ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചാണ് അക്രമാസക്തമായത്. സംഭവത്തെ തുടർന്ന് അല്പസമയം നിർത്തിവച്ച കേന്ദ്ര കമ്മിറ്റി യോഗം പിന്നീട് തുടർന്നു. അക്രമത്തിൽ യെച്ചൂരിയുടെയും പ്രകാശ് കാരാട്ടിന്റെയും വാഹനങ്ങൾ തകർന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ മനോജ് മേനോൻ നമ്മോടൊപ്പം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. മനോജ്, എന്താണ് ഉണ്ടായത്? പ്രമോദ്, കണ്ണൂർ സംഭവം ദേശീയ വിഷയമാക്കി വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി ബിജെപി RSS പ്രവർത്തകർ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഡൽഹിയിലെ CPM ആസ്ഥാനത്തിന് മുന്നിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. ഇന്നലെ രാവിലെ നടന്ന മാർച്ച് അക്രമാസക്തമാകുന്നതിന് മുമ്പ് തന്നെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് നിയന്ത്രിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ CPM കേന്ദ്ര സമിതി യോഗത്തിന്റെ 3ാം ദിവസം രാവിലെ 10 മണിക്ക് ആരംഭിച്ചതിനിടയിലാണ് അപ്രതീക്ഷിതമായി ബിജെപി RSS പ്രവർത്തകർ 200ഓളം RSS പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി CPM ആസ്ഥാനമായി AKG ഭവനിൽ മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. ഇതേ തുടർന്ന് ആസ്ഥാനത്തിന് മുന്നിൽ നിലനിർത്തിച്ച ബിജെപി RSS പ്രവർത്തകർ CPM-നെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം അവസാനിപ്പിക്കണം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അത്തരം മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ബിജെപി RSS പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ആസ്ഥാനത്തിന് മുന്നിൽ നിലനിർത്തിച്ച ബിജെപി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടുകൂടി ആസ്ഥാനത്തിന് നേരെ കല്ലേറ് നടത്തി.